ബിജെപിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഡൽഹിയിലെ മുഖ്യമന്ത്രി അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് തീരുമാനിക്കുമെന്ന്. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് ചോദ്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. അതായത് അവർക്ക് ഉറപ്പുണ്ട് ഭരണത്തിലേക്ക് എത്താൻ കഴിയും ഈ ട്രെൻഡ് ഇതാണ് എങ്കിൽ. ശരി, അപ്പൊ ചിലയിടത്ത് ട്രെൻഡ് നോക്കണം. ഇപ്പൊ രതീഷ്, ബാബർപൂർ അവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാവ് ഗോപാൽ റായ് മത്സരിക്കുമ്പോൾ 3 റൗണ്ട് കഴിയുമ്പോൾ തന്നെ 8474 വോട്ടിന്റെ ലീഡ്. അപ്പോൾ ഒരു വലിയ വിജയത്തിലേക്ക് ഇപ്പൊ നമ്മൾ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബാബർപൂരിലെ ഗോപാൽ റായുടെ വിജയം 19 റൗണ്ടോടെ അവിടെ 3 റൗണ്ട് എണ്ണുമ്പോൾ തന്നെ 8474 എന്ന് പറയുമ്പോൾ ഒരു ട്രെൻഡ് വളരെ കൃത്യമാണ്. വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ആം ആദ്മി പാർട്ടി വിജയിക്കും. അതുപോലെയുള്ള ചില മണ്ഡലങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഗാന്ധിനഗറിൽ നവീൻ ചൗധരി ലീഡ് ചെയ്യുന്നത് 6448 വോട്ടാണ്. അതായത് ഒരു റൗണ്ടിൽ 11 റൗണ്ടിൽ ഒറ്റ റൗണ്ട് എണ്ണുമ്പോൾ 6000 വോട്ടിന് ലീഡ് എടുക്കാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥികൾ ആപ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആപ്പ് സമ്പൂർണ്ണമായി തകർന്നു പോവുക അല്ലെങ്കിൽ സമ്പൂർണ്ണമായി ഡെസിമേറ്റ് ചെയ്യപ്പെടുക എന്ന അവസ്ഥ ഇല്ല, അത് വ്യക്തമാണ്. ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാവില്ല എന്ന് നമുക്ക് വ്യക്തമായും ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു. 64 ഇടങ്ങളിലെ ഔദ്യോഗികമായ ഫലസൂചനകൾ പുറത്തു വരുന്നുണ്ട്. 38 ഇടങ്ങളിൽ ബിജെപിയും 26 ഇടങ്ങളിൽ ആം ആദ്മിയും എന്നുള്ളതാണ് ഔദ്യോഗിക ഫലസൂചനകൾ നൽകുന്ന വിവരങ്ങൾ. ന്യൂഡൽഹിയിലാണ് ഈ പറയുന്ന പോലെ ആം ആദ്മി പാർട്ടിക്ക് 254 വോട്ടിന് അരവിന്ദ് കെജ്രിവാൾ 254 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ഒരു മാറ്റം വന്നിരിക്കുന്നത്. നേരത്തെ പ്രേം ചൗഹാൻ എന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി 225 വോട്ടുകൾക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. 225 ഡോക്ടർ അജയ് ദത്ത്, അത് അംബേദ്കർ നഗറിലാണ്. 225 വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത്. 254 വോട്ടുകൾക്ക് ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും. ഈ 2 മണ്ഡലങ്ങളിലാണ് വളരെ നാമമാത്രമായ ലീഡ് മാത്രം എടുത്ത് ആം ആദ്മിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ സ്ക്രീനിൽ തെളിയുന്ന വിവരം അതാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് 43-26 കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ കൃത്യമായി ലീഡ് ചെയ്യുന്നു ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഡൽഹിയിൽ കഴിഞ്ഞിരിക്കുന്നു. അധികാരത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു ഘട്ടം തന്നെയാണ്. അതേസമയം ഈ പല മണ്ഡലങ്ങളിലും 1-2 റൗണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് കൂടി ഓർമ്മയിൽ വയ്ക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ ബിജെപി ക്ലിയറായി 36 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വോട്ടുകൾക്കാണ് ലീഡ് എടുത്ത് നിൽക്കുന്നത്. നേരത്തെ ഗോപാൽ റായുടെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു വ്യത്യാസമുണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അവിടെ രാം സിംഗ് നേതാജിക്ക് 8844 വോട്ടുകളുടെ ലീഡ് ഉണ്ട് ബദർപൂരിൽ ആം ആദ്മി പാർട്ടിക്ക്. 38-27 ഔദ്യോഗികമായ കണക്കനുസരിച്ച്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ബിജെപി 38 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ഘട്ടത്തിൽ 10 മണി 1 മിനിറ്റ് 37 സെക്കൻഡ് ഈ സമയത്ത് വോട്ടെണ്ണൽ തുടങ്ങി 2 മണിക്കൂർ പിന്നിടുമ്പോൾ 38 ഇടത്ത് ബിജെപി ലീഡ് ചെയ്യുന്നു എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക്. 27 ആം ആദ്മി. അപ്പോഴും ചില കാര്യം, ഇപ്പൊ കൽക്കാജി മണ്ഡലത്തിൽ രമേഷ് ബിദോരി ലീഡ് ചെയ്യുകയാണ്. 12 റൗണ്ടിൽ 1 റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഓഖ്ല ആം ആദ്മി പാർട്ടി വിജയപ്രതീക്ഷ വഹിക്കുന്ന മണ്ഡലമാണ്. അമാനത്തുള്ള ഖാൻ മത്സരിക്കുന്ന ഓഖ്ലയിൽ ഇപ്പോൾ 1ാമത്തെ റൗണ്ടിൽ ബിജെപി ലീഡ് ചെയ്യുകയാണ്. പക്ഷെ അവിടെ 23 റൗണ്ട് ഉണ്ട്. 23 റൗണ്ട് ബാക്കി 22 റൗണ്ട് ബാക്കി കിടക്കുമ്പോഴാണ് അവിടെ ആപ്പിന്റെ സ്ഥാനാർത്ഥി പിറകിലുള്ളത്. മത്സരം നമുക്ക് ഇനിയും ബാക്കിയുണ്ട്. ഏകപക്ഷീയമാണെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവില്ല. അതിപ്പോ ആപ്പ് ജയിച്ചാലും ബിജെപി ജയിച്ചാലും ഉണ്ടാവില്ല. പക്ഷേ ബിജെപി കൃത്യമായും ക്ലിയർ എഡ്ജ് ബിജെപിക്ക് ഉണ്ട് എന്ന് നമുക്ക് ഈ ഫലസൂചനകളിൽ നിന്ന് വ്യക്തമാണ്. ജനങ്ങളെ ചതിച്ചവർക്കുള്ള മറുപടി എന്നുള്ളതാണ് ബിജെപിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ. ആദ്യഘട്ടത്തിൽ 65 ഇടങ്ങളിലെ ഔദ്യോഗിക ഫലസൂചനകളാണ് പുറത്തു വരുന്നത്. 70 മണ്ഡലങ്ങളിൽ 65 ഇടങ്ങളിലെ ഔദ്യോഗിക ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 38 ഇടത്ത് ബിജെപി, 27 ഇടത്ത് ആം ആദ്മി പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ആ ഫലസൂചനകൾ നൽകുന്നത്. അതേസമയം തന്നെ ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് 43 ഇടങ്ങളിൽ ബിജെപി ലീഡ് ചെയ്യുന്നു. 26 ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടി, 1 ഇടത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് അവിടുത്തെ കണക്ക്.